സർവഭൂതി എന്ന് പറഞ്ഞിട്ട് വലിയൊരു മഹാത്മാവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉത്തരരാമചരിതം, അങ്ങനെ കുറേ ഉത്തരരാമചരിതം പറഞ്ഞ ഉത്തരാഖണ്ഡത്തിലെ കഥകൾ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ കേരളത്തിൽ മലയാള നാട്ടിലുണ്ടായൊരു മഹാകവി ഉണ്ടായിരുന്നു, ശക്തിഭദ്രൻ എന്ന് പറയും. മലയാളിയാള് ശക്തിഭദ്രൻ. ഈ ശക്തിഭദ്ര മഹാകവിയുടെ ആശ്ചര്യ ചൂടാമണി മഹാകേമാണ്. ആശ്ചര്യ ചൂടാമണി നാടകമൊക്കെ എന്ത് പ്രസിദ്ധമാണെന്നറിയാം. കേരളീയൻ എഴുതിയതാ, മലയാള നാട്ടിലുണ്ടായത്. ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി. ഇങ്ങനെ എത്രയെത്ര നാടകങ്ങളാണ് ഈ രാമായണത്തെ ആശ്രയിച്ചിട്ടുണ്ടായത്. കുറേ നാടകങ്ങൾ മാത്രമല്ല, ഈ രാമായണ കഥയെ വീണ്ടും വീണ്ടും പലതരത്തിൽ പലരും ആഖ്യാനം ചെയ്തു പോന്നു. സംസ്കൃതത്തിലും സംസ്കൃതം അല്ലാത്ത ഭാഷയിലും എന്തുണ്ടായി, രാമായണങ്ങളുണ്ടായി. സംസ്കൃതത്തിലുണ്ടായ രാമായണത്തിൻ്റെ കൂട്ടത്തിൽ വളരെ അനവധിയുണ്ട്. ഗായത്രി രാമായണം, എന്താണ് ഗായത്രി രാമായണം? ഗായത്രി രാമായണം പറഞ്ഞാൽ പുതിയ രാമായണമൊന്നുമല്ല. ഈ 24,000 ശ്ലോകങ്ങളാണ് ഏതില്, വാൽമീകി രാമായണത്തിൽ. 24,000 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോഴേ ഗായത്രി മന്ത്രത്തിലെ 24 വർണ്ണങ്ങളാണ്, 24 അക്ഷരാണേ. അതില് ഓരോ വാൽമീകി രാമായണത്തിലെ ഓരോ 24,000 ശ്ലോകം ഉണ്ടാവണമല്ലോ. 1000 ആയിട്ട് 24 ഉണ്ടായാലല്ലേ 24,000 ശ്ലോകമുള്ളൂ. അതിൽ ആദ്യത്തെ 1000 ശ്ലോകം ഉണ്ടല്ലോ, ആ 1000 ശ്ലോകം തുടങ്ങുമ്പം അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഗായത്രി മന്ത്രത്തിലെ ആദ്യത്തെ അക്ഷര. മനസ്സിലായില്ലേ? പിന്നെ 1000 കഴിഞ്ഞിട്ട് തുടങ്ങണ ഒരു ശ്ലോകം ഉണ്ടാവുമല്ലോ, രണ്ടാമത്തെ 1000. ആ ശ്ലോകം ഏത് തന്നെയാണ്, ഗായത്രി മന്ത്രത്തിലെ രണ്ടാമത്തെ അക്ഷരാണ്. അങ്ങനെ 24,000 കഴിയുമ്പോഴേക്ക് എന്താവും, 24 ഈ മന്ത്രത്തിൻ്റെ 24 വർണ്ണങ്ങളും. അതാണ് ഗായത്രി രാമായണം. പിന്നെ ആനന്ദരാമായണം ഉണ്ടായി. ആനന്ദരാമായണം വേറൊരു രാമായണ. അതിൻ്റെ കൂടെ വേറൊരു രാമായണമാണ് അധ്യാത്മരാമായണം എന്ന് പറയുന്നത്. ഇനി അധ്യാത്മരാമായണം എന്താണെന്ന് പറയാട്ടോ. അധ്യാത്മരാമായണം എന്ന് പറയുന്നത് വാൽമീകി രാമായണമൊക്കെ ഉണ്ടായി കുറേ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം രാമകഥ പലതരത്തിൽ ആഖ്യാനം ചെയ്യാൻ തുടങ്ങി. രാമകഥ പലതരത്തിൽ ആഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഓരോരുത്തർ ഏതർത്ഥം ആണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ എന്തെടുക്കും. ഇപ്പം യോഗവാസിഷ്ഠം എന്ന് കേട്ടിട്ടില്ലേ, വസിഷ്ഠരാമായണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം, വസിഷ്ഠ മഹർഷിയുടെ ആഖ്യാനമാണത്. അദ്ദേഹം മഹാവേദാന്താണേ എന്ന്. വാൽമീകി രാമായണത്തിൽ വേദാന്തം എവിടെയെങ്കിലും പറയുന്നുണ്ട്? പറഞ്ഞു പോകുമ്പോൾ ഒക്കെ വേദാന്തം പല ശാസ്ത്രങ്ങളും വരുന്നല്ല, അതേ കണ്ട് വേദാന്തം മാത്രമായിട്ട് എവിടെയും മറ്റേതാണെങ്കിലും മുഴുവനെയും അവിടെ. അപ്പോൾ വേദാന്ത ശാസ്ത്രത്തിന് എത്ര ഭംഗിയായിട്ടാണ് വസിഷ്ഠ മഹർഷി അവിടെ വിസ്തരിച്ചത്. എന്തിനെ വെച്ചിട്ടാണ്? രാമായണത്തെ വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ധർമ്മം, സദാചാരനിഷ്ഠ ഇതൊക്കെ ലോകത്തിൽ ഉണ്ടാവണമല്ലോ. ഇതൊക്കെ ഉണ്ടാവണമെന്ന് കണക്കാക്കി ഓരോരോ ആചാര്യന്മാര് അല്ലെങ്കിൽ ഓരോരോ സമ്പ്രദായത്തിലുള്ള ആചാര്യ പരമ്പരകൾ രാമായണത്തിനെ പലതരത്തിലും പുനരാഖ്യാനം ചെയ്തു. എന്ത് ചെയ്തു? ഈ പുനരാഖ്യാനം എന്ന് പറഞ്ഞാൽ വീണ്ടും വേറൊരു രീതിയിൽ കുറച്ച് മാറ്റിയിട്ടൊക്കെ അവർ പറയാൻ തുടങ്ങി. ആ കഥ തന്നെ ഇപ്പം രാമനും സീതയും ലക്ഷ്മണനൊക്കെ അങ്ങനെയൊക്കെ തന്നെയാവും, അച്ഛൻ ദശരഥൻ അമ്മ കൗസല്യൊക്കെ തന്നെയാവും, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞു വരുന്ന സന്ദർഭങ്ങളും ഒക്കെ മാറും. അതുകൊണ്ടാണ് ഈ രാമകഥ പലതരത്തിൽ നമ്മൾ അങ്ങനെ ഇന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് എവിടത്തെ അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് പരവശമായിട്ടാണ് നമ്മൾ എന്തിനു വരിക, ഇത് വായിക്കാൻ വരിക. ഇപ്പം ഈ കശവിശയൊക്കെ ഉള്ളിലുണ്ടാവും. ഏത് കശവിശ? നമ്മൾ ഇതൊഴിച്ച് കേട്ടിട്ടുള്ള പല, അതൊന്നും മോശമെന്നല്ല പറയാം, അതൊക്കെ നമ്മുടെ ഉള്ളിലിരിക്കെ ആണ് നമ്മൾ എന്ത് കേൾക്കുക. അപ്പം നമുക്ക് ഇതാ അതിവിടെ ഇല്ല, ഇത് അവിടെ എന്നിങ്ങനെ തോന്നും. ഒന്നും പേടിക്കണ്ട, രാമകഥ ഇനി ഇതൊന്നുമില്ല. മുത്തശ്ശിമാർ പറയുന്ന കുറേ കഥകളുണ്ട്. വാൽമീകി രാമായണത്തിലും ഒരു രാമായണത്തിലും ഇല്ല ആണ്. വേണമെങ്കിൽ ചേർത്താലും തിരക്കടൊന്നുമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അതൊക്കെ ഓരോ നമ്മുടെ നാട്ടിലിങ്ങനെ അമ്മമാരൊക്കെ പറഞ്ഞും ഇങ്ങനെ പറയാം, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തും അവരുടേതായ ഒരു ശൈലിയിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി. എന്നാലും എന്ത് തെറ്റില്ല, ധർമ്മം തെറ്റില്ല. ചീത്തത്തം പറയാൻ ആരും എന്ത് ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ചീത്തത്തം പറയാനോ, ഒരു മോശമായ കാര്യം പറയാനോ, ഒരു അധർമ്മം പറയാനോ, കൊലപാതകത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഒരു വേണ്ടാപ്രവൃത്തി ചെയ്തതിനെ ന്യായീകരിക്കാനോ ഒന്നും ആരും വാൽമീകി രാമായണത്തിൽ ഒരു രാമായണത്തിനെയും ഉപയോഗിച്ചിട്ടില്ല. ഒക്കെ നന്മയ്ക്കായിട്ടാണ്. അതുകൊണ്ട് ഒരു രാമായണത്തിന് നമ്മൾക്ക് ആർക്കും കുറ്റം പറയേണ്ട കാര്യമില്ല. ഒന്നിനെ കുറിച്ചും നമുക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ വാൽമീകി രാമായണമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അത് മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുന്നാണല്ലോ എല്ലാം പുറപ്പെട്ടത്. ഈ വാൽമീകി രാമായണത്തെ ആശ്രയിച്ചിട്ട് ത്രേതായുഗത്തിലാണല്ലോ ഇതുണ്ടായത്. ദ്വാപരയുഗത്തിൽ
വേദവ്യാസ ഭഗവാനാണത്രേ എന്ത് വീണ്ടും പുനരാഖ്യാനം ചെയ്തത്? അധ്യാത്മരാമായണം ആയിട്ട് ഇതിനെ വീണ്ടും പുനരാഖ്യാനം ചെയ്തത് അധ്യാത്മരാമായണത്തിൽ. എവിടെ ചോദിച്ചാൽ പുരാണങ്ങളൊന്നും കേട്ടിട്ടില്ലേ? പുരാണങ്ങൾ 18 ഉണ്ട്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ട്. ആ 18 പുരാണങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറയും. ബ്രഹ്മാണ്ഡ പുരാണം. ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പെട്ടതാണ് ഏത്? അധ്യാത്മരാമായണം. സ്വതന്ത്ര ഗ്രന്ഥമല്ലത്രേ. ഏത്? ഭഗവത്ഗീത സ്വതന്ത്ര ഗ്രന്ഥമാണോ? ഭഗവത്ഗീത പുസ്തകം എല്ലാവരുടെയും കുടുംബത്തില്ലേ? മഹാഭാരതം പുസ്തകം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ലേ? ചിലപ്പോൾ മോശമായിട്ട് പറയില്ല, നമുക്കിപ്പോൾ അത് കാണേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സൗകര്യം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ കാണാൻ സൗകര്യപ്പെട്ടിട്ടുണ്ടാവില്ല. എവിടെയും ഇല്ലേനും കാണാനെങ്കിൽ സൗകര്യം എവിടെയെങ്കിലും വേണ്ടേ സാധനം. അപ്പോൾ നമ്മുടെ കുറ്റല്ല. അപ്പോൾ ഭഗവത്ഗീത പുസ്തകം നമ്മൾ അങ്ങാടിയിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ല ഭംഗിയിലൊക്കെ ഉള്ള നല്ല വ്യാഖ്യാനം വിസ്തരിച്ചാൽ നമുക്ക് പറ്റിയ പുസ്തകങ്ങളൊക്കെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്ത് പുസ്തകം ഉണ്ടാവില്ല? ഭാരതം നമ്മുടെ കയ്യിലുണ്ട്. ഭഗവത്ഗീത സ്വതന്ത്ര ഗ്രന്ഥാണോ? അല്ല. പിന്നെന്താണ്? മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഒരു 18 അധ്യായം മാത്രം എടുത്തതാണ് എന്ത്? ഭഗവത്ഗീത. പക്ഷേ ഈ ഭഗവത്ഗീത മഹാഭാരതത്തിലെ 18 അധ്യായമാണെന്ന് അറിയാത്തവർ എത്ര പേര് ഇത് വായിക്കേണ്ടെന്നറിയോ? മഹാഭാരതം എന്ന് പറഞ്ഞ വലിയ പുസ്തകത്തിൽ ഒരു 18 അധ്യായമാണ് ഈ ഭഗവത്ഗീത എന്ന ആ ഒരു ഇത് ഇല്ലാതെ തന്നെ ആളുള്ളൂ. അപ്പം അതല്ലാണ്ട് വായിച്ചുകൊണ്ട് ഇവർക്കൊരു കുഴപ്പമൊന്നും ഇല്ലേ? ഇതിപ്പോൾ ഏത് ഉരുളിയിലാണ് ഉണ്ടാക്കിയത് നോക്കിയിട്ടൊന്നുമല്ലല്ലോ നമ്മൾ എരിശ്ശേരി കൂട്ടണത് ഇല്ലേ? നമ്മൾ പറയാറില്ലേ അപ്പം കഴിച്ചാൽ മതി, അതെന്നാതെ നമുക്കിത് കഴിച്ചാൽ ശരിയാവൂല്ല അല്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? അനുഭവിച്ചോളൂ, വെറുതെ അതിൻ്റെ ഉൽപ്പത്തി അതെന്താ എങ്ങനെയൊന്നും അറിഞ്ഞില്ലെങ്കിലും വിഷമമൊന്നുമില്ല. എന്നാലും അറിഞ്ഞിരുന്നാലൊരു ഭംഗിയാണ്. ഭഗവത്ഗീത ഭാരതത്തിലെത്തിയാണ്, എവിടെയാണ്, എന്താണ് സന്ദർഭം എന്നൊക്കെ അറിയുന്ന വലിയ കുറച്ചും കൂടി വിവരം വിളിച്ചുണ്ടാവാൻ നന്ന്. അപ്പം ഇതുപോലെ ബ്രഹ്മാണ്ഡ പുരാണം എന്നു പേരായ പ്രസിദ്ധമായ പുരാണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? അധ്യാത്മരാമായണത്തെക്കുറിച്ച് പറയാം. അധ്യാത്മരാമായണം സ്വതന്ത്ര ഗ്രന്ഥമല്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറഞ്ഞ പുസ്തകമില്ലേ? ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറഞ്ഞ പുസ്തകം ആർക്കും വേണമെങ്കിൽ അങ്ങാടി പോയി വാങ്ങാൻ കിട്ടും. നമ്മുടെ നാട്ടിലുണ്ടാവില്ല. കാശിയിലെ വാരാണസിയിലൊക്കെ പോയി അവിടെ പുസ്തകശാലയിൽ പോയി ബ്രഹ്മാണ്ഡ പുരാണം ഒരു പുസ്തകം വേണമെന്ന് അവർ തരും. കാശ് കൊടുത്താൽ മതി. ഇവിടുന്ന് കത്തയച്ചാൽ അവർ അയച്ചു തരും, പണം കൊടുത്താൽ മതി. ആർക്കും വാങ്ങാം, ഒരു വിഷമവും ഇല്ല. കാശുള്ളവർക്ക് ആർക്കാ വേണ്ട വെച്ചാൽ വാങ്ങാം. ആ പുസ്തകം ഇന്ന് നമ്മൾ വാങ്ങി വായിച്ചു നോക്കിയാൽ അതിലെന്തില്ല? അധ്യാത്മരാമായണം ഇപ്പോഴത്തെ പുസ്തകത്തിലില്ല. പക്ഷേ പറയുമ്പോൾ എവിടെയാണെന്നാ പറയുക? ഈ അധ്യാത്മരാമായണം ബ്രഹ്മാണ്ഡ പുരാണത്തിലത്തെ എന്നാ പറയുക. അങ്ങനെ പുരാണങ്ങളിലൊക്കെ ചില ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് വന്നിട്ടുണ്ട്, മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റില്ല? ഈ അധ്യാത്മരാമായണം കാണാൻ പറ്റില്ല. പക്ഷേ അധ്യാത്മരാമായണം ഒറ്റയ്ക്ക് പുസ്തകമായിട്ട് കിട്ടാനുണ്ട്. ചിലപ്പോൾ അതൊരു ഒറ്റ പുസ്തകം പോലെ സ്വതന്ത്രമായി നിൽക്കുന്നതായതുകൊണ്ട് എന്തായിട്ടുണ്ടാവും? പണ്ടൊക്കെ എഴുതി പകർത്തി എടുക്കുകയാണല്ലോ ചെയ്യുക. ഇന്നത്തെ മാതിരി അച്ചടി ഇല്ല. അന്ന് പണ്ട് അച്ചടിക്കുന്ന ഏർപ്പാടില്ലല്ലോ. ഇപ്പം നമ്മൾ പുസ്തകങ്ങളൊക്കെ കിട്ടാൻ അച്ചടിച്ചിട്ട് നല്ലോണം നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു പുസ്തകം ഇപ്പം നമ്മുടെ നാട്ടിൽ കോപ്പി കത്തിപ്പോയാലും അപ്പുറത്തെ നാട്ടിലുള്ള ആളുടെ നിന്ന് കോപ്പി വാങ്ങിയിട്ട് നമുക്ക് വീണ്ടും പ്രിൻ്റ് എടുക്കുക, ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക, എന്താ വേണ്ട എഴുതിയെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്ത് പുസ്തകം നശിച്ചു പോവില്ല. ആ അറിവ് നശിച്ചു പോവില്ല. നമ്മുടെ കയ്യിൽ പുസ്തകം കത്തിപ്പോയാലും ആ പുസ്തകത്തിലെ വിവരം ആരുടെങ്കിലും കയ്യിൽ ഉണ്ടാവുകൊണ്ട്. പണ്ട് അങ്ങനെയില്ല. പണ്ട് ഈ പുസ്തകം ഇപ്പം നമ്മൾ ഒരു മഹാഭാരതത്തിൽ നിന്ന് ഭഗവത്ഗീത, മഹാഭാരതം മുഴുവൻ ആവശ്യമില്ലാത്ത ഒരാൾ എന്താ ചെയ്യുള്ളൂ? തനിക്ക് ഭഗവത്ഗീതയാണ് വേണ്ടത്. ആ 18 അധ്യായം എന്ത് ചെയ്യും? പകർത്തി എഴുതി കൊണ്ടുപോകും. ഇതൊന്നും വേണ്ട, എനിക്ക് സഹസ്രനാമം മാത്രം മതി. ആ ഒരൊറ്റ അധ്യായം പകർത്തി എഴുതി കൊണ്ടുപോകും. അദ്ദേഹത്തിന് അതേ വേണ്ടി വലിയൊരു പുസ്തകം താങ്ങി എഴുതിക്കൊണ്ട് എത്ര കാലം എഴുതണം? ഭാരതം 1.25 ലക്ഷം എഴുതേണ്ട വല്ല കാര്യമുണ്ട്? ഒരു അധ്യായം എഴുതേണ്ട വെച്ചാൽ അത് എഴുതിക്കൊണ്ട് എനിക്കതല്ലേ ആവശ്യമുള്ളൂ, നിത്യം ആവശ്യമുള്ളത് അതല്ലേ. അതുകൊണ്ട് അങ്ങനെയാ പതി. ഇതുപോലെ തന്നെയാണ് എന്ത്? അങ്ങനെ ചിലപ്പം അധ്യാത്മരാമായണം നിത്യം വായിക്കാനും പാരായണം ചെയ്യാനൊക്കെ സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി പകർത്തി കൊണ്ടുപോയി ചിലപ്പോൾ എന്തായിട്ട് അവൻ ഒറ്റ പുസ്തകം പോലെ വേർപെട്ട് പോയതാവാം. ആണ് നല്ല ആവാം എന്നേ പറയാൻ വയ്ക്കും. നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഇതെങ്ങനെയുണ്ടായി എന്ന്. ഒരു ഊഹം പറയുകയാണ്. അപ്പം അധ്യാത്മരാമായണം ഇത്രയും മനസ്സിലായില്ലേ? ഇതാണ് അധ്യാത്മരാമായണം. അപ്പോൾ വാൽമീകി രാമായണം എന്തിലാ പെടുക? ഇതിഹാസമാണ്. വാൽമീകി രാമായണം ഇതിഹാസമാണ്. എന്താ വാൽമീകി രാമായണം ഇതിഹാസമാണെന്ന് പറയാൻ കാരണം? ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതിഹ അസ്തി അസ്മിന് ഇതി, അല്ലെങ്കിൽ ഇതിഹ ആസ്തേ അസ്മിന് ഇതി.
എന്നുവെച്ചാൽ എന്താർത്ഥം? ഇതിഹ ഇതില് ഉണ്ട്. അതുകൊണ്ട് ഇതിനെന്ത് പേരുണ്ട്? ഇതിഹാസം. ഇതിഹ ഉള്ളത് ഇതിഹാസം. അപ്പം ഇതിഹ എന്താ? ഇതിഹ ഇതിഹ എന്ന് പറഞ്ഞാൽ ഇതിഹ പൂർവവൃത്തം. പൂർവവൃത്തം ചെന്നർത്ഥം പൂർവം മുമ്പ്, വൃത്തം ഉണ്ടായത്, വൃത്തം ച നടന്നത്, പൂർവം മുമ്പ്. ഇപ്പൊ പൂർവവൃത്തം എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്നത്, അതാണ് മുമ്പ് നടന്നത്. മുമ്പ് നടന്നതിനെ രൂപപ്പെടുത്തി വെച്ചതാണ് എന്താ? ഇതിഹാസം. അപ്പൊ ഇതിഹയുള്ളത് ഇതിഹാസം. വാൽമീകി രാമായണം ഇതിഹാസം നമ്മൾ പറഞ്ഞില്ലേ, അത് അതുപോലെ വാൽമീകി അങ്ങനെ എഴുതി വെച്ചതാണേ. ആ ജീവചരിത്രം അദ്ദേഹം മാറ്റം വരുത്താതെ അങ്ങനെ എഴുതി വെച്ചതുകൊണ്ടാണല്ലോ ബാലിയുടെ കഥയൊന്നും മാറ്റാണ്ട് അങ്ങനെ തന്നെ വെച്ചത്. ബാലിയുടെ കഥയിലൊന്നും എന്നുവെച്ചാൽ വാൽമീകിക്ക് തന്നെ ഇങ്ങോട്ട് വന്നേ മാറ്റിയാൽ മതി. എന്നപ്പോൾ ഈ പുലിവാലും പുകിലൊന്നും ഇല്ല. എന്ത് നമ്മളീ പാട് പറഞ്ഞ ഒരു കാര്യമില്ല. അത് ചെയ്തില്ല. എന്താ കാരണം? വേണ്ട, അതങ്ങനെ തന്നെയാണേ. എന്തിനാ മാറ്റണത്? അദ്ദേഹത്തെ അങ്ങനെ തന്നെ എഴുതി വെച്ചു. അപ്പൊ ഇതിഹാസം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്തിരിയും കൂടി ചരിത്രപരമായിട്ടുള്ളതാണ്. പുരാണം ചതല്ല. പുരാണത്തിന് ലേശം വ്യത്യാസമുണ്ട്. പുരാണം ആവുമ്പോഴേക്ക് ഇപ്പൊ നമ്മൾ തന്നെ പരീക്ഷത്തിന്റെ കഥ കേട്ടിട്ടില്ലേ? ശ്രീശുകര കേട്ടിട്ടില്ലേ? പരീക്ഷത്തെ ശ്രീശുകർ ഉപദേശം കൊടുത്തു എന്നുള്ളത് മഹാഭാരതത്തിലാണ് പരീക്ഷത്തിന്റെ കഥ വിസ്തരിക്കുന്നത്. എവിടെയാണ്? മഹാഭാരതത്തിലാണ് പരീക്ഷ. നമ്മൾ വായിച്ച മഹാഭാരതമൊക്കെ വായിച്ച കണ്ടിട്ടില്ലേ? ഭാരതത്തിലാണ് പരീക്ഷത്തിന്റെ കഥ വിസ്തരിക്കുന്നത്. പക്ഷെ പരീക്ഷത്തിന്റെ കഥ മഹാഭാരതത്തിൽ വിസ്തരിക്കുന്ന ഭാഗത്തൊന്നും ഇങ്ങനെയൊരു സംവാദം ഉണ്ടായതായിട്ട് നമ്മൾ അവിടെയൊന്നും വായിച്ചിട്ടില്ല. ഉണ്ടോ? ഭാരതത്തിലില്ല. ഭാരതത്തിൽ പരീക്ഷിത്ത് തോന്നുന്നു തക്ഷകന്റെ വംശം കൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ചു പോയി എന്നേ ഉള്ളൂ. അല്ല ശ്രീശുകർ ഒന്ന് ഉപദേശിച്ചു ഇത്രയും ദിവസം കൊണ്ട്, അങ്ങനെ 7 ദിവസം കൊണ്ടുള്ള ആ ഭാഗവതം കേട്ടു എന്നുള്ളതൊന്നും എവിടെ ഇല്ല. പക്ഷെ ഒരു കുഴപ്പമില്ല, ഭാഗവതത്തിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെവിടുന്ന് വന്നു? എവിടുന്ന് വന്നതല്ല. കാരണം എന്താ ചോദിച്ചാൽ, ഭാഗവതത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് ഭക്തി ഉണ്ടാവണം. എന്താണ്? ഇത് വായിക്കണവർക്ക് എന്തുണ്ടാവണം? ഭക്തി ഉണ്ടാവണം. മാത്രമല്ല ജ്ഞാനം ഉണ്ടാവണം, വിവരം ഉണ്ടാവണം. പോരാ, എന്തുണ്ടാവണം? വിരക്തി ഉണ്ടാവണം. ഈ ലോകാസക്തി ആയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി മറിഞ്ഞ് കെട്ടി മറിഞ്ഞ് ഇങ്ങനെ വല്ല കുഴച്ച മാതിരി നടക്കണം. അത് വേണ്ട. കുറച്ചൊക്കെ ഒരു പ്രാപ്തി. ഇത് മൂന്നും ഇത് വായിക്കണവർക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നൊരു ഒരു പിടിവാശി ആർക്കുണ്ടായിരുന്നു? വേദവ്യാസ ഭഗവാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേദവ്യാസ ഭഗവാൻ എന്ത് ചെയ്തു? ഈ പരീക്ഷത്തിന്റെ കഥ മഹാഭാരതത്തിൽ നിന്ന് അവിടെ പ്രസിദ്ധമായ ആ കഥയെ ഭാഗവതത്തിക്ക് കൊണ്ടുവന്നപ്പം ഇങ്ങനെ ചെറിയ മാറ്റം വരുത്തി. ഒരു കുഴപ്പമില്ല, നമുക്കൊരു തർക്കമില്ല. എന്താ കാരണം? ഉദ്ദേശം വേറെയാണേ. ഉദ്ദേശം നല്ല ഉദ്ദേശിയാണേ. വായിക്കുന്നവർക്കൊക്കെ നന്മ ഉണ്ടാവട്ടെ എന്നല്ലേ വേദവ്യാസർ വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് ആ ഉദ്ദേശം വളരെ നല്ലതായതുകൊണ്ട് അതിലൊരു തർക്കവും ഇല്ല. ഇതാണ്. അപ്പം ഇത് പുരാണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതിഹാസം പുരാണാവും എങ്ങനെയാണ്? അതായത് ഇതിഹാസ പ്രസിദ്ധങ്ങളായ കഥകളെയും സന്ദർഭങ്ങളെയും ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുക്കണ രീതിയിൽ മാറ്റം വരുത്തി ഉപദേശിച്ച് പറയുമ്പം അതിനെന്ത് പേര് പറയും? പുരാണം. പുരാണങ്ങളിൽ ചില ഉദ്ദേശം ഉണ്ട്. പുരാണത്തിൽ എന്ത് പറയുമ്പോഴും ചില ഉദ്ദേശം ഉണ്ടാവും. ആ മറ്റേത് അങ്ങനെയല്ല. മറ്റേതിന് ഉദ്ദേശം ഉള്ളതും ഉണ്ടാവും, ഉദ്ദേശം ഇല്ലാത്ത. ബാല്യ കൊന്ന കഥയൊന്നും ഇപ്പം എന്തല്ല, അതാ ചരിത്രമാണ്. അതിലിപ്പോൾ അതൊന്നും നമുക്ക് പ്രത്യേകം ഒളിഞ്ഞു നിന്ന് കൊല്ലണം എന്നുള്ള പാഠം പഠിക്കാണ്ട് ഇന്ന് ഇല്ല. അതിൽ പാഠമൊന്നും പഠിക്കാനില്ല. പക്ഷെ അത് ചരിത്രമായതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ കഥയും കൂടി കൂട്ടത്തിലുള്ളതുകൊണ്ട് പറഞ്ഞു പോയി എന്നുള്ളൂ. ഇവിടെ എന്താ ചോദിച്ചാൽ, ഇവിടെ ഈ പുരാണത്തിലേക്ക് കടക്കുമ്പം ഇപ്പം ബ്രഹ്മാണ്ഡ പുരാണത്തിലേക്ക് കടന്നതാണല്ലോ അധ്യാത്മരാമായണം. അപ്പം അധ്യാത്മരാമായണം എന്ന് പറഞ്ഞ പുസ്തകം ഏത് വിഭാഗത്തിലെവിടെ? പുരാണത്തിലെവിടും. എന്തല്ല? ഇതിഹാസമല്ല. അപ്പം ഇതിഹാസത്തിൽ നിന്ന് എന്തിനു വ്യത്യാസം ഉണ്ടാവും? പുരാണത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പുരാണത്തിലെ ഉദ്ദേശം എന്താണ്? ഭക്തി ജ്ഞാന വിരക്തികള് വർദ്ധിപ്പിക്കല്. ശരിയല്ലേ? അതിവിടെ ഉണ്ട്. അധ്യാത്മരാമായണത്തിൽ നല്ലോണം ഉണ്ട്. ഇപ്പം നമുക്ക് പരിചയമല്ല. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തന്നെ ഒന്ന് വായിച്ചു നോക്കും. അത് വായിച്ചിട്ട് ഭക്തി ഇല്ലാണ്ട് പോയവരെ എന്താ വേണ്ടത്? അത് വായിച്ചിട്ട് ഭക്തി ഇല്ലാണ്ട് ഇവരാരെങ്കിലും ഉണ്ടാവുമോ? നമ്മുടെ ഒരു നാട്ടിലൊരു കാലത്ത് കഷ്ടപ്പെട്ട കാലത്ത്, പലതരത്തിൽ കഷ്ടപ്പെട്ട കാലത്ത്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വളരെ വിഷമിച്ച കാലഘട്ടം ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ സംസ്കാരവും സമ്പ്രദായവും കുടുംബ ബന്ധങ്ങളെയും മഹിമകളെയും ഈശ്വരീയമായ ഭാവങ്ങളെയൊക്കെ നിലനിർത്തി പോകുന്നത് എന്തുകൊണ്ടാണ്? വേദം ചൊല്ലിയിട്ടൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഭാഗവതം ചൊല്ലി പഠിച്ചിട്ടൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഈ പുസ്തകം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കാർന്നോരോ ഏതെങ്കിലും ഒരു വല്യമ്മയിൽ നിന്ന് വായിച്ച് കേട്ട പഠിച്ചതാണ്. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ കുടുംബങ്ങളിലും പണ്ട് എന്തുണ്ടായിരുന്നു?
രാമായണം പുസ്തകം ഉണ്ടായിരുന്നു. അതാണ് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു രാമായണം. എത്ര ദൂരം ഉണ്ട് അന്നത്തെ കാലത്തൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ എത്ര ദൂരം ഉണ്ട് ഇന്നത്തെക്കാളും. എന്നൊക്കെ നമുക്ക് വലിയ ദൂരം തോന്നില്ല, വേഗം പോകാലോ എന്നുള്ളതുകൊണ്ട്, പല ജാതി സൗകര്യം ഉള്ളതുകൊണ്ട്. അന്നൊരു 100-500 കൊല്ലം മുമ്പുണ്ടായ പുസ്തകമല്ലേ ഇത്. അപ്പം ആ പഴയ കാലത്തെ ഈ രാമായണം അവിടെ ഇപ്പോഴും തിരുവനന്തപുരത്ത് വളരെ ഭക്തിയോടെ വായിക്കിയത് എന്നുവെച്ചെന്തർത്ഥം, അവിടെയും അത് വളരെ സുലഭമായിട്ട് പ്രചാരം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാം. വടക്കോട്ടും ഉണ്ട്. വടക്ക് നമ്മൾ ഏതാണ്ട് നടുക്കുള്ള കാലത്തിന് നടുക്കുള്ള കൂട്ടരെന്ന് വയ്ക്കുക. വടക്കോട്ടും തെക്കോട്ടും എല്ലാ ദിക്കിലും ഉണ്ട്. അപ്പം ആ ഒരു ഗ്രന്ഥം നമ്മുടെ നാട്ടിലുണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പം നമ്മളിവിടെ വന്നിരുന്നതൊക്കെ വായിക്കാൻ നോക്കണം. അതിൻ്റെ കാരണം തന്നെ എന്തേ, ആ പുസ്തകം വായിച്ചൊരു സംസ്കാരവും സമ്പ്രദായവും നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ. അതുകൊണ്ട് അധ്യാത്മരാമായണത്തൊന്നും ഒരിക്കലും നിന്ദിക്കൊന്നും ചെയ്യരുത് കേട്ടോ. പക്ഷെ അതല്ല ഇതെന്നാ പറഞ്ഞത്. അത് പഠിച്ച് നമ്മൾ ഉറപ്പിച്ച് നല്ലോണം ഉറപ്പിച്ച കൂട്ടരായിരുന്നു. ഇതിനി പഠിക്കാൻ എളുപ്പമാണെന്നാ പറഞ്ഞത്. എളുപ്പം വെച്ചാൽ അതും കൂടി പഠിച്ചിരിക്കണം എന്നാലേ ശരിയാവുള്ളൂ. അപ്പം ഈ അധ്യാത്മരാമായണം പുരാണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൽ ഭക്തി ജ്ഞാന വിരക്തികൾ ധാരാളം സൗകര്യങ്ങളുണ്ട്. അതിൽ വളരെ സന്ദർഭങ്ങൾ അല്ലേ. എന്തപ്പോൾ കൗസല്യാദേവി ശ്രീരാമചന്ദ്രസ്വാമിയെ പ്രസവിച്ചു. കൗസല്യാദേവിയുടെ വക സ്തുതിയുണ്ട് കണ്ടോ. അധ്യാത്മരാമായണത്തിലുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ? കൗസല്യാദേവി ഭഗവാനെ സ്തുതിക്കണത് വാൽമീകി രാമായണത്തിലുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇത് പുരാണമല്ലല്ലോ. അധ്യാത്മരാമായണം പുരാണമാണ്. അതിലുണ്ട്. ഇപ്പം ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ കാരാഗ്രഹത്തിൽ വന്ന് അവതരിച്ച സമയത്ത് ആരുടെ വക സ്തുതിയുണ്ട്? ദേവകീദേവിയുടെ വക സ്തുതിയുണ്ടേ. എന്താ കാരണം? അങ്ങനെയാണ്, ഭഗവാനാണ് വന്നതെന്ന് അറിഞ്ഞിട്ട് അവർ സ്തുതിക്കണതേ. ഭക്തിയുടെ പുറപ്പാടാ കണ്ടോ. ഭക്തി ജ്ഞാന വിരക്തികൾ, ഇതാണ് പുരാണം ഇതിഹാസം തമ്മിൽ വ്യത്യാസം. അപ്പം അധ്യാത്മരാമായണം പുരാണം ആയതുകൊണ്ട് അതിൽ ഭക്തിയുടെയും മഹിമകളും എല്ലാ പ്രത്യേകതകളും പറയും. വളരെ കേമാണ്. അതാണ് ആ സംസ്കൃതത്തിൽ നമ്മളിപ്പോൾ പറയുന്ന അധ്യാത്മരാമായണം. അത് ചെറിയൊരു പുസ്തകമാണ്, കുറച്ചേ ഉള്ളത്. ബാലകാണ്ഡത്തിൽ തന്നെ 5-8 അധ്യായമേ ഉള്ളൂ ആകെ. അതുപോലെ തന്നെ വളരെ 3000 ശ്ലോകങ്ങളോളം ഉണ്ടാവും. ഇതെത്രയാ? 3000 എണ്ണി പറയല്ല കേട്ടോ. ഏതാണ്ട് ഒരു 3000-3500 അത്രയ്ക്ക് തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ശ്ലോകം ഇങ്ങനെ എണ്ണി നോക്കിയിട്ടൊന്നും കണക്ക് കൂട്ടുമൊന്നും ഇല്ലല്ലോ. ഏതാണ്ട് അത്ര പുസ്തകം തന്നെ, ചെറിയൊരു പുസ്തകമാണ് അധ്യാത്മരാമായണം എന്ന് പറയുന്ന പുസ്തകം. സംസ്കൃതം പുസ്തകം കേട്ടോ, സംസ്കൃതത്തിലുള്ള പുസ്തകം. അപ്പം ആ പുസ്തകം ഈ പുസ്തകം വെച്ച് നോക്കുമ്പോൾ ഇത് 24,000, അതൊരു 3500. അവ എത്രയേ ഉള്ളൂ അല്ലേ, ചെറുത്. ആ വ്യത്യാസം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ഈ അധ്യാത്മരാമായണം നമ്മുടെ നാട്ടിലെ എഴുത്തച്ഛൻ എന്നു പേരായ മഹാത്മാവ് അദ്ദേഹം എന്ത് ചെയ്തു? എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ മഹാത്മാവിനെ അറിയില്ല. നമ്മുടെ നാട്ടിലുണ്ടായ വലിയൊരു മഹർഷിയാണ് അദ്ദേഹം. ആ ഒരു ഇരുണ്ട കാലം വെച്ചാൽ ഇന്നത്തെ മാതിരി ഒന്നുള്ള കാലമൊന്നുമില്ല. വളരെ പല ജാതി വിഷമമുള്ള കാലം, ദാരിദ്ര്യം ഉണ്ടാവും. ഇന്നത്തെ മാതിരിയുള്ള അന്തരീക്ഷം സൗകര്യങ്ങളൊന്നും ഇല്ല. ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനൊക്കെ നടന്നും പോയും കണ്ടും അറിഞ്ഞൊക്കെ ഉള്ള ശീലം, അങ്ങനത്തെയൊക്കെ ഒരു കുറച്ച് ഇന്നത്തേനേക്കാളും സൗകര്യം കുറഞ്ഞ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ തപസ്സു ഉപാസനയും മഹിമയൊക്കെ വെച്ചിട്ട് അദ്ദേഹം അനവധി ശാസ്ത്രങ്ങൾ പഠിച്ചൊരു വിദ്വാനും കൂടി ആയതുകൊണ്ട് ആ ശാസ്ത്രങ്ങളുടെ ഒക്കെയുള്ള വെളിച്ചം എന്തിൽ പ്രകാശിപ്പിച്ചും കൊണ്ടാണ് എന്ത് ചെയ്തത്? അധ്യാത്മരാമായണം അദ്ദേഹം തർജ്ജമ ചെയ്യല്ല ചെയ്തത്. തർജ്ജമ ചെയ്യുക പറഞ്ഞാൽ അതിലത്തെ ശ്ലോകത്തിന് അതുപോലെ ഇവിടെ അർത്ഥം പറയണ്ടേ? അങ്ങനെയില്ല. ആ സംസ്കൃതം മൂലത്തിലെ ശ്ലോകങ്ങളെ ഉള്ളിൽ കണക്കാക്കിയിട്ട് അദ്ദേഹം അങ്ങോട്ട് വിസ്തരിച്ച് അങ്ങോട്ട് പറയും. എന്ത് ഭംഗി അദ്ദേഹത്തിൻ്റെ അത് തർജ്ജമ ചെയ്യാണ്ടിരുന്നത് നന്നായി. എന്താ കാരണം? തർജ്ജമ ചെയ്താൽ ആ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് അവിടെ നിന്നും കടന്ന് അദ്ദേഹം എന്താ ഓരോ ഭാഗങ്ങളൊക്കെ വിസ്തരിച്ച് എന്ത് ഭംഗിയിൽ അദ്ദേഹം പറയുക ആ പുസ്തകത്തിലല്ലേ, വലിയ മഹിമ. അതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ രാമായണമൊക്കെ ഉണ്ടായിരുന്നു. ഈ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ പുസ്തകം ഉണ്ടാവുന്നതിൻ്റെ, എഴുത്തച്ഛനെ നമ്മൾ എന്താ പറയുക മലയാള ഭാഷയുടെ? എന്താ അങ്ങനെ പറയുന്നത്? നമ്മൾ പുസ്തകത്തിലൊക്കെ എഴുതി പരീക്ഷയ്ക്കൊക്കെ എഴുതി ജയിച്ചവിടെ എത്തിയിട്ട് ഇതിലങ്ങനെ പറയുന്നതാരും ആരോടും ചോദിച്ചിട്ടുമില്ല അല്ലേ. എഴുത്തച്ഛൻ നമ്മുടെ ഭാഷയുടെ പിതാവാന്നല്ലേ പറയുക. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന തരത്തിലുള്ളൊരു ഭാഷാശൈലി എവിടെ ആദ്യമായിട്ട് കാണുന്നത്? എഴുത്തച്ഛൻ്റെ പുസ്തകത്തിൽ ആ ഗ്രന്ഥത്തിലാണ് കാണുന്നത്. അതിന്നും ഇപ്പം ഇന്ന് മാറിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു ശൈലിയിലാണ് ഇന്ന് എന്ത് പോണത്. അതിൻ്റെ തൊട്ട് മുമ്പ് നിരണംകവികൾ എന്ന് കേട്ടിട്ടുണ്ടോ? നിരണംകവികളെ കണ്ട് കണ്ണശ്ശരാമായണം എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ണശ്ശരാമ പണിക്കര, മാധവ പണിക്കര, ശങ്കര പണിക്കര പറഞ്ഞ 3 പേരുണ്ടായിരുന്നു. ഒരാൾ ഭഗവത്ഗീതയും ഒരാൾ രാമായണം ഒരാൾ ഭാരതവും മലയാളത്തിലാക്കിയെന്നാ പറയുക. അതിലാണ് ഈ രാമായണം കണ്ണശ്ശരാമായണം എന്ന് പറയുന്നത്. കണ്ണശ്ശരാമായണം എഴുത്തച്ഛൻ്റെ മുമ്പുണ്ടായതാണ്. പക്ഷെ അതിലത്തെ ഭാഷ നമുക്ക് ഇന്നത്തെ മാതിരി കേട്ടാൽ
വേഗം മനസ്സിലാവില്ലേ? ശാരിക പൈതലേ ചാരുശീലേ വരിക അരികത്തിരി എന്ന് പറഞ്ഞിട്ട് ചൊല്ലി ഇല്ലേ? അതല്ലേ അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ നല്ല മലയാളമായിട്ട്. പക്ഷെ അങ്ങനെയല്ല, അവിടെ വേറെ വീരാപാരായി പാരായി പുഷ്പിത കോമള വല്യ പടർന്നൊളി വാർന്ന മഹീരുഹജാതികൾ തീരെ പമ്പായാം നിൽക്കിൻ്റിതു ധീരത പോയി ഇതെനിക്കുവ കണ്ടേൻ താരാർ പൊഴിലതിലെങ്ങും മുഴന്റെ താവി വരും മരുതാപരുതായേ തീരാ വിരഹ മഹാഗ്നി ശരീരേ ദീപിക്കുന്നതെനിക്കു കുമാര. എന്താ മനസ്സിലായത്? എന്താ ഭാഷ? മലയാളമല്ലേ? അല്ല എന്ന് പറയാൻ വയ്യ. ആണോ? ആണെന്നും പറയാൻ വയ്യ കേട്ടോ. ശരിയല്ലേ? ഇത് എന്നല്ലേ പറഞ്ഞത്? അതായത് രാമലക്ഷ്മണന്മാര് സീതയുടെ ആ രാവണൻ കൊണ്ടുപോയതിൻ്റെ ശേഷം അവരുടെ വിഷമം, രാമൻ വിഷമിച്ചിങ്ങനെ വരുന്ന സമയത്ത് കിഷ്കിന്ധയിലേക്ക് വരുമ്പം ഈ പമ്പാ സരസ് കാണുകയാണ്. പമ്പാ സരസ് പറഞ്ഞ പമ്പ അത് താമരപ്പൂക്കൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്താണല്ലേ. അപ്പം ആ കാറ്റ്, സാധാരണ പുഷ്പങ്ങളും പിന്നെ ഈ തടാകങ്ങളും താമരപ്പൂക്കളൊക്കെ കണ്ടാൽ എന്താ ഉണ്ടാവേണ്ടത്? സന്തോഷം, മനസ്സിനൊരു ആഹ്ലാദം, ഒരു ആശ്വാസമല്ലേ? പക്ഷെ അതല്ല ഉണ്ടാവണത്. ഇവിടുന്ന് ഇങ്ങനെ താവി വരും മരുതാ പൊരുതായേ തീരാ വിരഹ മഹാഗ്നി ശരീരേ ദീപിക്കുന്നതെനിക്കു കുമാര. ഈ കാറ്റ് കിട്ടി വീശി വരുമ്പോഴേ എനിക്ക് വയ്യാവൂ ലക്ഷ്മണ എന്നാ പറയുന്നത്. മനസ്സിലായില്ല? ദീപിക്കുക മലയാളത്തിൽ പ്രയോഗമുണ്ടോ? പ്രായേ അങ്ങനെയുണ്ടോ? തമിഴാണ്. അപ്പൊ തമിഴിൻ്റെയും കുറേ അംശമുണ്ട്, എന്നാൽ മലയാളത്തിൻ്റെ ഇല്ലയൊന്നും ഇല്ല. അപ്പം തമിഴിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ മലയാളം ആവണ ഒരു ഘട്ടത്തിലുള്ള ഒരു സമ്പ്രദായമാണത്. അതുകൊണ്ടാണ് നിരണം കവികളുടെ കവി നല്ല ഭംഗിയാണ്, നല്ല മാതൃ കവികളാണ് അവർ. പക്ഷെ നമുക്ക് ഈ തമിഴ് മലയാളം കൂടിയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് അനവധി ആളുകൾ അതിൽ പുറപ്പെടില്ല. അതുകൊണ്ട് അത് അവിടെ മൂടി കിടക്കണമെന്ന് മാത്രം. എടുത്തിറക്കി വായിച്ചോളൂ, നല്ല രസമാണ്. എഴുത്തച്ഛൻ്റെ പുസ്തകത്തിൽ തൊട്ട് മുമ്പുണ്ടായത്. ഇനി അതിൻ്റെയും ഒരു മുമ്പുണ്ടായ ഒരു 10-13 നൂറ്റാണ്ടാണ്. എഴുത്തച്ഛൻ്റെ ഒരു 16-15 നൂറ്റാണ്ടല്ലേ. അതിൻ്റെ മുമ്പുണ്ടായത് ഒരു 10-ാം നൂറ്റാണ്ട് ആ കാലത്ത് അതിൻ്റെ മുമ്പുണ്ടായ ചില രാമായണം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അത് ഒരു വരി ചൊല്ലിത്തരട്ടോ. അതെന്താ ഭാഷ എന്ന് പറയണേ? നല്ല രാമൻ, നമ്മുടെ ചീരാമൻ എന്ന പേരായിട്ടൊരു കവി, ചീരാമൻ എന്ന പേര്. അതിന് രാമചരിതം എന്നൊരു കവിത ഒരു കാവ്യം, രാമചരിതം. യുദ്ധകാന്ഡാണ് പ്രധാനമായിട്ട് രാമചരിതം എന്നാ. അതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടോ? തുടക്കം തന്നെ എങ്ങനെയാ പറയാ? കാനനങ്ങളിലരൻ കളിറുമായി കരിണിയായി കാർന്നിടും കണ്ണുമ തമ്മിൽ വിളയാടി നടൻ രണ്ടാനനം വടിവൊത്താന വടിവായി അവതരിത്താതിയേ നല്ല വിനായകനൻ മൊരമലനെ. എന്താ ഭാഷ? തമിഴല്ലേ ഇത്? എന്താ വല്ല മനസ്സിലായോ? മംഗളശ്ലോകാണ്, നമസ്കാരാണ് അതിലത്തെ. കാനനങ്ങളിലരൻകളിറുമായി കരിണിയായി കാർന്നെടും കണ്ണുമ തമ്മിൽ വിളയാടി നടൻ രണ്ടാനനം വടിവൊത്താന വടിവായ അവതരിത്താതിയേ നല്ല വിനായകനൻ മൊരമലനെ. വിനായകൻ എന്നൊക്കെ ഗണപതി സ്തുതിയാണേ. അതായത് കാനനങ്ങളിൽ എന്ന് മലയാളത്തിൽ പറയാം, കാനനങ്ങളിൽ എന്ന് പറയാം. അപ്പോൾ തമിഴാണേ. ആ തമിഴിൻ്റെ ശൈലിയാണേ. അപ്പം ഈ കാനനത്തിലെ കാട്ടിലെ കളിറ പിടിയാനിയും കൊമ്പനാനിയും ആയിട്ട് അങ്ങനെ നടക്കണ കാലത്ത് ആനവടിവായി അവതരിത്താതി, അങ്ങനെ ആനവടിവ് ആനയുടെ സ്വരൂപത്തിൽ അവതരിച്ച അതിവരമ്പരുളായ വിനായകൻ എന്നൊരമലനെ എന്നാണ്. വിനായകൻ എന്ന പേരായ പരിശുദ്ധ സ്വരൂപനായ ഭഗവാനെ അങ്ങനെ നമസ്കരിക്കുകയാണ് ഗണപതി സ്തുതിയായിട്ട് തുടങ്ങുക. അപ്പോൾ തമിഴാണ്. അപ്പം അന്ന് ശുദ്ധ തമിഴ്. പിന്നെ മാറി എഴുത്തച്ഛൻ്റെ കാലമായപ്പോഴേക്ക് എന്തായി? നമ്മുടെ രാമായണത്തേക്ക് വന്നപ്പോഴേക്ക്, രാമായണം കഴിഞ്ഞ് എഴുത്തച്ഛൻ ഭാരതം എഴുതിയപ്പോഴേക്ക് അസല് ഭാഷയായി. മഹാഭാരതം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ഭാരതം വായിച്ചിട്ടുണ്ട്. എന്താ അതിലത്തെ ഭാഷയൊക്കെ അമ്പോ! അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ. അപ്പോഴേക്ക് ഭാഷ ഇങ്ങോട്ട് പോകുന്നേ, അങ്ങനെ ഉണ്ടായത്. അപ്പം അതാണ് അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ഈ മലയാള ഭാഷയുടെ ഭാഷാപിതാവ് എന്ന് പറയാണ്ടായ. ഇന്ന് നമ്മൾ അതൊന്നും മാറിയിട്ടോ. അവിടെ എഴുത്തച്ഛൻ്റെ ചില കണ്ടേനഹം സീതയെ എന്നൊക്കെ അതിൽ പറയൂ. നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടേന്ന് പറയൂ. കണ്ടേനഹം രാമനെ, വടക്കേല രാമൻ നായരെ കണ്ടേനാണ് അങ്ങനെ പറയുമോ നമ്മൾ? നമ്മൾ രാമനായരെ കണ്ടു കിട്ടോ, അത്രയല്ലേ പറയുള്ളൂ. കണ്ടേൻ എന്നൊന്നും പറയില്ല. അതായത് അന്നും കുറേശ്ശെ എന്തുണ്ട്? ക്രിയയുടെ കൂടെ കർത്തൃപ്രത്യയം ചേർത്തുള്ള പതിവുണ്ട്. കർത്തൃപ്രത്യേകിച്ച് എന്നർത്ഥം ഞാനാ കണ്ടേച്ചാൽ കണ്ടേൻ, അവനാ കണ്ടാൻ കണ്ടാൻ ആണ്. അവളാ ചില കണ്ടാൾ, അവരാണെങ്കിലോ കണ്ടാർ. അപ്പൊ കണ്ടാർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവര് കണ്ടു എന്ന് മനസ്സിലാക്കണം. കണ്ടാർ എന്ന് പറഞ്ഞാൽ അവര് കണ്ടു എന്ന്. കണ്ടേൻ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഞാനാ കണ്ടതെന്ന്. കർത്താവിനെ മനസ്സിലാവണില്ലേ? കണ്ടാൾ എന്ന് പറഞ്ഞാലോ
അവള് കണ്ടു, മനസ്സിലാവില്ലേ? അപ്പം ഇങ്ങനെ കർത്താവിൻ്റെയും കൂടി ബോധം ക്രിയ കണ്ടാൽ മനസ്സിലാക്കുന്ന രീതിയിലൊരു പ്രയോഗം പറ്റും. അതൊന്നും ഇപ്പം നമ്മൾ പറയാമല്ലോ. അപ്പം നമ്മൾ കണ്ടു, ഏത് പൊട്ടം കണ്ടാലും ഞാൻ കണ്ടു, നീ കണ്ടു, അവൻ കണ്ടു, അവർ കണ്ടു, ആര് കണ്ടാലും കണ്ടു എന്നല്ലേ പറയുള്ളൂ. എന്തില്ല കർത്തൃഭാവം മനസ്സിലാക്കണേ. ഭാഷ മാറുകയാണേ, മോശമെന്നല്ല പറഞ്ഞത്. അപ്പം ഇപ്പോൾ കുറേ പിന്നെ മാറി. അപ്പം ഇനി ഇങ്ങനെ മാറി. എന്നാലും ഈ മാറ്റത്തിലേക്കൊക്കെ ഉള്ളൊരു വലിയൊരു പുറപ്പാട് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ കാലത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനും കൂടിയാണ് കേട്ടോ. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടതേ. നമ്മുടെ മലയാള നാട്ടുകാരനായിട്ട് നമ്മുടെ അടുത്ത നാട്ടിലുണ്ടായതല്ലേ. അതാണ് അപ്പോൾ പറഞ്ഞു വന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ മലയാള ഭാഷയിൽ മാത്രമല്ല, ഇപ്പം കമ്പരാമായണം എന്നിട്ടില്ലേ, കമ്പര അദ്ദേഹം മഹാകേമനാർന്നു. കമ്പര ഇതുപോലെ എല്ലാ ഭാഷ, തുളസീദാസരാമായണം ഒന്നും പറയേണ്ട. ഉത്തരഭാരതത്തിൽ പോയിട്ട് തുളസീദാസരാമായണം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പലകെട്ടിരുത്തിയിട്ട് അവർ വേണ്ട മാതിരി സൽക്കരിക്കും. എന്ത് ഭംഗിയിൽ അവർ, നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണം നല്ല ഭംഗിയിൽ വായിക്കില്ലേ. നമ്മുടെ നാട്ടിൽ നല്ല ഈണത്തിലൊക്കെ വായിക്കണമല്ലേ.